ഞാൻ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട ഈ പാലക്കാട് MLA ഇങ്ങനെ അകത്തിരുത്തത്തക്ക വിധം നടപടിയെടുത്തത് എന്തെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ KPCCയുടെ പ്രസ്താവന ഞാൻ കണ്ടില്ല. സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ട് പോയി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പ്രസ്താവന KPCC ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ഉത്തരവുണ്ടോ? സസ്പെൻഡ് ചെയ്തൊരു കടലാസുണ്ടോ? ഇന്ന കാരണത്തിന് സസ്പെൻഡ് ചെയ്തു ഒരു കടലാസുണ്ടോ? കോൺഗ്രസ് ഒളിച്ചു കളിക്കുകയാണ്. അതുകൊണ്ട് VD സതീശന്റെ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവാം, ചെന്നിത്തല നിലപാട് സ്വീകരിക്കുന്നുണ്ടാവാം. ഇതിനകത്തെല്ലാം കോൺഗ്രസ് ഒളിച്ചു കളിക്കുകയാണ്. തടയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് തടയാൻ പറ്റത്തില്ല? ഇത്ര ആപത്കരമായി സാമൂഹ്യ വിരുദ്ധനായി മാറിയ ഒരു വ്യക്തിയെ തടയാനാവില്ല കോൺഗ്രസിന്. കാരണം എന്താണ്? കുടിച്ചതിനൊക്കെ വലുത് അളയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇതിനേക്കാൾ വലുത് പുറത്തുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് ഈ MLA സംരക്ഷിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇന്നുള്ള കോൺഗ്രസ് ഇത് സംരക്ഷിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വരട്ടെ, കാണാം. ശരി, മറുപടി എന്താണ് ദീപ്തി മേരി വർഗീസ്? ഇവിടെ കഴിഞ്ഞ കുറെ നേരമായി സംസാരിച്ചിട്ടും CPM-ന്റെ പ്രതിനിധിക്ക് ഈ റാഷിദ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അത് ശ്രദ്ധിച്ചോ? അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം എന്താ? ചാർജ് ഷീറ്റുള്ള ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഇവരുടെ MLA-യും മന്ത്രിയും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോ ഇത്രയും വലിയ ആരോപണം ഇപ്പൊ ഇവിടെ നിലവില് രാഹുലിനെതിരെ ഉള്ളത് ആരോപണം മാത്രമാണ്. ആ ആരോപണത്തിന്റെ പേരിലാണ് വളരെ മാതൃകാപരമായി കോൺഗ്രസ് ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ആ ആരോപണത്തിന്റെ പേരിലാണ് നിയമസഭയിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന് അതേ തീരുമാനിക്കട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ, മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ CPM-ന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശശീന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തിരുന്നു? എല്ലാം പോട്ടെ, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ എത്ര വ്യക്തമായിട്ടാണ് ആരോപണം പറഞ്ഞത്? കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലുള്ള പറഞ്ഞത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന വോയിസ് നോട്ട് നമ്മൾ ഈ കേരളം മുഴുവൻ കേട്ടതല്ലേ? എന്താ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് വരണം, നമ്മൾ ഈ പറയുന്നതൊന്നും പുറത്തൊന്നും അറിയരുത്, മഴയാണെങ്കിൽ മഴക്കൂട്ടിട്ട് വരണം. അങ്ങനെ പറഞ്ഞ അറയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ച നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ. അവരൊക്കെ ഇപ്പോഴും വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുകയാണല്ലോ. കൂടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐക്കാരിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അതിന്റെ തീവ്രത അളന്ന നിങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ, ബാലനും ശ്രീമതി ടീച്ചറൊക്കെ. ആ തീവ്രത അളന്നിട്ട് ഒരു കമ്മീഷൻ വെച്ചിട്ട് ആ കമ്മീഷനൊക്കെ ആ റിപ്പോർട്ടൊക്കെ എവിടെയാ കൊണ്ടുപോയത്? ആ പാവം പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? PK ശശി ഇപ്പൊ KTDCയുടെ ചെയർമാനാണ്. P ശശി എവിടെയാ ഇരിക്കുന്നത്? സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA-യുടെ മകളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് 2 വർഷം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയല്ലേ ചെയ്തത്? ഞങ്ങൾ അത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അങ്ങനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 2 വർഷം നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്നത് P ശശിയാണെന്നേ. നിങ്ങൾ ചോദിച്ചല്ലോ നിയമസഭയിൽ എന്താണ് പറയാനുള്ളതെന്ന്. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഒന്നും അങ്ങനെ ആക്രമിക്കൊന്നും വേണ്ട. പ്രതിപക്ഷ നേതാവൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തനായ പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസിനെ ഇന്ന് നയിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഇവിടെ കോൺഗ്രസിലുള്ള ഒരാളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല. വളരെ ശക്തമായി തന്നെ ആയിരിക്കും വരാൻ പോകുന്ന നിയമസഭയിൽ കേരളത്തിലെ 3 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ പേജ് തന്നെ ആ വാർത്താ സമ്മേളനം ലൈവായി സ്ട്രീം ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളൊന്ന് വായിക്കണം ദീപ്തി മേരി വർഗീസ്. റാഷിദ്, എനിക്ക് സമയം തരും, ഞാൻ പറയാം. ഇതിനൊക്കെ മറുപടി എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്രാവശ്യം കേരള നിയമസഭയിൽ എന്തോ പറയുന്ന ചോദിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങൾ CPM-ന്റെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഒരു ചാനലിലും ചർച്ചയ്ക്ക് വരാതിരുന്നത്? അതിന്റെ കാരണം കേരളത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഉയരുന്ന സാധാരണക്കാരന്റെ, കോൺഗ്രസുകാരന്റെ പരാതി മാത്രമല്ല, അത് തൃശ്ശൂരുള്ള സുജിത്തിന്റെ പരാതിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. പാവപ്പെട്ടവന്റെ, ദളിതന്റെ, സാധാരണക്കാരന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറാൻ പറ്റാത്ത കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര മന്ത്രിക്കെതിരെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇന്ന് സാധാരണക്കാർക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മറ്റുള്ള വിഷയത്തിലേക്ക് കയറണം. അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, അവിടെ പഴയ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന്. നിങ്ങൾക്ക് നാണമുണ്ടോ പറയാൻ? കോട്ടയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ കുളിക്കാൻ പോയപ്പോ അപ്പുറത്ത് രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീ കുളിക്കാൻ പോയി, തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ വീണ് മരിച്ച് ആ പാവപ്പെട്ട കുടുംബത്തിന് നിരാലംബമായി ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ആ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്. എന്നിട്ട് അതിനെപ്പറ്റിയാ പറയുന്നത് അപ്പുറത്തെ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന്. നിങ്ങൾക്ക് മനുഷ്യരാണോ എന്നാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? ഇപ്പോഴത്തെ റാഷിദ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഡിജിറ്റൽ നമ്മുടെ സൈബർ ഇടങ്ങളെ കുറിച്ച്. സൈബർ ഇടങ്ങളിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഞാൻ പറയാം, കേരളത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിജിറ്റൽ മീഡിയ സെല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഒന്നും തന്നെ ഒരു നേതാവിനെ കുറിച്ച് മോശമായിട്ട് യാതൊന്നും പറയുന്നില്ല. പിന്നെ ഈ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവൻ കോൺഗ്രസ് അനുഭാവികളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഓഡിറ്റിങ്ങിനൊന്നും വിധേയമാകുന്നതല്ല നമ്മുടെ രാജ്യത്ത്.
അപ്പോ നിരവധിയായിട്ടുള്ള അനുഭാവികളുണ്ട്. അവരവരുടെ അഭിപ്രായങ്ങൾ, അപ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നിരിക്കും. കേരളത്തിൽ CPM-നെതിരെ ശക്തമായി പ്രതികരിക്കുന്ന കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ളവരും അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്. അവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടാകും. അതിനൊക്കെ ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് അല്ല മറുപടി പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു കാരണവശാലും കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആയാലും KPC പ്രസിഡന്റ് ആയാലും മറ്റ് നേതാക്കന്മാരെ ആയാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒരാളും അത്തരത്തിലുള്ള യാതൊന്നും ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമാ തോമസിന്റെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം ഇവിടെ CPM-ന്റെ നേതാക്കന്മാർ, DYFIയുടെ നേതാക്കന്മാരെല്ലാം ഉമാ തോമസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരുന്നു. ഇവരൊക്കെ ചെയ്തിരുന്ന യഥാർത്ഥ പ്രവൃത്തി എന്തായിരുന്നു? ഇപ്പൊ ഞാൻ റാഷിദിന് അയച്ചു തന്നിട്ടുണ്ട്, രണ്ട് പോസ്റ്റുകൾ അയച്ചു തന്നിട്ടുണ്ട്. ആ പേരുകൾ താങ്കൾക്ക് വേണമെങ്കിൽ വായിക്കാം. ആ 2 പേരുടെയും പ്രൊഫൈൽ ഒന്ന് എടുത്തു നോക്കുക, അവരിട്ട പോസ്റ്റുകളൊന്ന് എടുത്തു നോക്കുക. അവര് നല്ല 100% CPM-കാരായിട്ടുള്ള അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവരാണ് എഴുതിയിരിക്കുന്നത്, ഉമാ തോമസ് MLA-ക്കെതിരെ ആക്രമണം നടത്തി രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് പറയാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ച ഹക്കിം പട്ടാമ്പി എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു സാദത്ത് എന്ന് പറയുന്ന ഒരാൾ, അത് ഞാൻ റാഷിദിന് ഇട്ട് തന്നിട്ടുണ്ട്. കൂടുതലൊന്നും പറയിപ്പിക്കരുത്, മേലടങ്ങാതെ MLA ആയതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇതെല്ലാം ചെയ്യുന്നത് CPM-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ്. ഇത്തരത്തിൽ ഇട്ടിട്ട് ഇതിന്റെയൊക്കെ പാപഭാരം ഞങ്ങളുടെ കോൺഗ്രസുകാരുടെ തലയിൽ കൊണ്ടുവയ്ക്കുക. ഇവിടെ നല്ല മിടുക്കന്മാരായ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നല്ല കമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് പ്രതിപക്ഷത്താണെങ്കിലും CPM-നെ പോലെ കോടിക്കണക്കിന് രൂപ PR-ന് ഒന്നും മുടക്കിയില്ലെങ്കിലും നല്ല പാർട്ടി അനുഭാവികളായ, പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. അവരൊന്നും ഇത്തരത്തിലുള്ള യാതൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് DYFI-കാരെ കൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രൊഫൈലുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ ഇട്ടിട്ട് എന്നിട്ട് സംരക്ഷണാർത്ഥം ഇരിക്കുകയാണ്. എന്നിട്ട് പുറത്തു വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സംരക്ഷണാർത്ഥം. മറ്റുള്ളവരെ കൊണ്ട്, അവരുടെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ഇതുപോലുള്ള മെസ്സേജുകൾ ഞങ്ങളുടെ MLA-ക്ക് എതിരായിട്ട് ഇട്ടിട്ട് പുറത്തു വന്ന് മാധ്യമങ്ങളിൽ വന്ന്, ചാനൽ ചർച്ചകളിൽ വന്ന് സനോജിനെ പോലെയുള്ള DYFI-ക്കാർ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക. ഞങ്ങളുടെ MLA പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള നല്ല ശക്തിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതിന്റെ ഹാൻഡിലുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾക്കുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രൊഫൈൽ ഹാക്ക് ചെയ്തതിനു ശേഷം വിദേശത്ത് നിന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവരാണ് CPM-ന്റെ ചില ആളുകൾ. സൈബർ കൂട്ടങ്ങളെ പറ്റി അല്ലെ ഞാൻ ചോദിച്ചോട്ടെ, സൈബറിടത്തിൽ എഴുതുന്ന കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളായ ആളുകളെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല. അതെല്ലാം ഈ പറയുന്ന CPM അല്ലെങ്കിൽ പെയ്ഡ് ഒക്കെ ആയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്നത് നിലവിൽ. റാഷിദ് ഞാൻ അതിന്റെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താം. ഈ ഞാൻ പറഞ്ഞല്ലോ, നിരവധിയായിട്ടുള്ള കോൺഗ്രസ് അനുഭാവികളായ ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഒഫീഷ്യലായി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരും തന്നെ അത്തരത്തിൽ ഒരു നേതാവിനെതിരെയും അതല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ലൈൻ വിട്ട് പറയുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ആ പേര് ഇവിടെ പറയുന്നില്ല. 1-2 ചാനലുകൾ അവർ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ മീഡിയയിൽ വരുന്ന ചില വാർത്തകൾ എടുത്തുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ സോഴ്സ് അത് കൃത്യതയുള്ളതാണോ, അത് വ്യാജമാണോ എന്ന് ഇവിടെ ശ്രീ അനിൽകുമാർ പറയുകയുണ്ടായി, ആരാണ് തീവ്രതയുടെ കാര്യം പറഞ്ഞത്? ഈ മാധ്യമങ്ങളിൽ മുഴുവൻ, കേരളത്തിൽ മുഴുവൻ വന്നതാണല്ലോ ശ്രീമതി ടീച്ചർ തീവ്രതയെ കുറിച്ച് പറയുന്നത്. അപ്പോ ആ പെൺകുട്ടിയെ എവിടെയെന്നാണ് ഇപ്പോ അനിൽകുമാറിന് അറിയാൻ വയ്യാത്തത്? നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾക്കാണല്ലോ പോലീസും കോടതിയൊക്കെ പാർട്ടിക്കകത്തുള്ളത്. നിങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചല്ലോ. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ? കേരള സമൂഹം കാണണ്ടേ? കേരളത്തിലെ സ്ത്രീകളൊന്നും അത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അന്വേഷിച്ചല്ലോ. അങ്ങനെയുള്ള യാതൊരു ആശയക്കുഴപ്പവും കോൺഗ്രസിനകത്തില്ല. കോൺഗ്രസിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ് എല്ലാ കാലത്തും വളരെ ഓപ്പൺ ആയിട്ട് അഭിപ്രായം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇത് ഇവിടെ പുറത്തും പറയാറുണ്ട്, പാർട്ടിക്കുള്ളിലും ഞങ്ങൾ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കിടയിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ CPM ആണ്. ഇവിടെ അവരെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷത്തെ ഭരണം ഇവിടെ ജനം വിശകലനം ചെയ്യുകയാണ്. അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല, മറുപടി പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം P. ശശിയുടെ അതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തോട്ടെ. അദ്ദേഹം P. ശശിയുടെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത്? ഇരയ്ക്ക് കോടതിയിൽ വരാൻ അനുവാദം ഉണ്ടായി, സമ്മതിച്ചില്ല, ഭീഷണിപ്പെടുത്തി. ഈ P. ശശിക്കെതിരെ പരാതി കൊടുത്ത പത്മനാഭൻ എന്ന് പറയുന്ന ഇവരുടെ MLA-യുടെ മകളുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ ഇരയ്ക്ക് എന്തുകൊണ്ടാണ് അവിടെ വന്ന് മൊഴി കൊടുക്കാൻ പറ്റാത്തത്? 3-ാം കക്ഷി കൊടുത്ത കേസ് ഇര വരാതെ മൊഴിയെടുക്കാൻ പറ്റാതെ തള്ളിപ്പോവുകയായിരുന്നു. ഇവരെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള ഇരകളെ പിന്മാറ്റുകയാണ്. എല്ലാവരുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. CPM എന്ന് പറയുന്ന ഒരു
രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ ഇരകൾക്ക് കോടതിക്ക് മുമ്പിൽ വരാൻ കഴിയാതെ, നിയമത്തിന് മുമ്പിൽ വരാൻ കഴിയാതെ അവരെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ ഗീർവാണം പറയുകയാണ്, പ്രതി എവിടെ, വാദി എവിടെയെന്നാണ് ചോദിക്കുന്നത്. നാണമില്ലല്ലോ നിങ്ങൾക്ക് ചോദിക്കാൻ. ഞാൻ അതുപോലെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ നിയമസഭയിൽ ഈ നിയമസഭ നടക്കുമ്പോൾ ഈ നിയമസഭ നടക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടായ നിലപാട് വെച്ചപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. പാർട്ടിയെ തള്ളി പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്.